ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മളങ്ങനെ വണ്ടി ഓടി ഇലവീഴ പൂഞ്ചിറയിലെത്തി. ഇലവീഴ പൂഞ്ചിറയുടെ അടിവാരത്തെത്തി. ഇനി ഇവിടുന്ന് ജീപ്പിൽ പോകുന്നവർക്ക് ജീപ്പിൽ പോകാം, പക്ഷെ നമ്മൾ നടക്കുകയാണ്. ഒരു 1 കിലോമീറ്ററോ 2 കിലോമീറ്റർ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു താഴ്ത്തുന്നത്. അപ്പം നമ്മൾ അതന്വേഷിച്ച് അങ്ങനെ പോവുകയാണ്. നമ്മളുടെ യാത്ര തുടരുകയാണ്. ഇതാണ് നമ്മൾ കയറിയ വഴി. വണ്ടി അവിടെ കൊണ്ടിട്ടു. നമ്മളങ്ങനെ പതിയെ ചെറിയ കടകളൊക്കെ അവിടെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പതിയെ നടക്കുന്നു. മനോഹരമായ സുന്ദര ദൃശ്യങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് നടക്കും. നല്ല അടിപൊളിയായിട്ട് നടക്കും. ഇതവിടെ ഒരു മലമുകൾ കണ്ടോ? ആ മലമുകളിലേക്ക് നമ്മൾ നടക്കും. ആകാശത്തിൻ്റെ കളർ കണ്ടോ? എന്താ നീലിമ അല്ലേ? എന്താ ഇനി കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഇടയ്ക്ക് ഫ്രീ ആയിരിക്കുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരാം. ഞാൻ പോയ വഴികളിലൂടെ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു സംഭവമുണ്ട്. എന്താ ഇതെനിക്ക് തോന്നുന്നത് ഇതിന് വച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഷോക്ക് മറ്റേ ഇടിവാളൊക്കെ വരുമ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി. എന്താ രസമല്ലേ? ആളുകളൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ചെറിയ ചെറിയ കാട്ടുവഴികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിൽ കൂടെ നടന്നു നോക്കാം. അവരൊക്കെ ആ വഴിയെ പോട്ടെ, നമ്മൾ ഈ വഴിയെ പോകുന്നു. എന്താണെന്നറിയണ്ടേ? എവിടെ ചെല്ലുമെന്നറിയണ്ടേ? കറങ്ങി അവിടെ വന്നിട്ടാ. പക്ഷേ മൊട്ടക്കുന്നുകളിലൂടെയുള്ള മനോഹര യാത്ര. എന്താ നമ്മളങ്ങനെ ഇടവഴി പല വഴിയോടിയാടി
അപ്പം നമ്മൾ വന്ന വഴി ഇതാണ്. അങ്ങനെ കറങ്ങി നമ്മൾ എല്ലാവരും വരുന്ന പോകുന്ന വഴിയിലേക്ക് ജോയിൻ ആവും. ഓഫ് റോഡ് ആയതുകൊണ്ട് കൂടുതലും ജീപ്പുകളൊക്കെയാണ് ഇവിടെ വരിക. കാറ് വന്ന് നിൽപ്പുണ്ട്, പക്ഷേ പറയാൻ പറ്റില്ല. നല്ല ചിലപ്പോൾ വലിച്ചു കയറാനൊക്കെ ഇച്ചിരി പാടാവും. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നൈസല്ലേ? നമ്മൾ വന്നത് അവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ വന്ന് ഒരു പാറയുടെ മുകളിൽ കയറി നിൽക്കുന്നു. ഇനി നമ്മളിവിടുന്ന് വീണ്ടും മുകളിലേക്ക് ചലിക്കും. കൊടൂര വ്യൂ ആണ്, കൊടൂര വ്യൂ. ബൈക്കിൽ മുകളിൽ വരെ വരാം. വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. ആണ് മനോഹര വ്യൂ പോയിൻ്റ് അല്ലേ എനിക്ക്. മറ്റേ ഇടിവാള് മിന്നി ആൾക്കാർക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിട്ടുള്ളതാണ് ഇതൊക്കെ. ഓരോ സ്ഥലത്തു നിന്ന് നോക്കുമ്പോൾ ഓരോ വ്യൂ ആണ്. ഓരോ ആംഗിളിലും ഓരോ പ്രത്യേകതകളുണ്ട്. നമുക്കതിൻ്റെ കാട്ടുവഴിയിലൂടെ പോകാം. അങ്ങോട്ട് തന്നെ കേട്ടോളേ. റിസോർട്ടാണ്. ഇവിടെ നടക്കാൻ രസമല്ലേ? ഇവിടെ വരെ കാണാൻ രസമല്ലേ? ആ, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറാം. ഇതൊക്കെ ആദ്യം നാട്ടുകാരൊന്ന് കാണട്ടെ. അപ്പോൾ വ്യൂ പോയിൻ്റൊക്കെ മുകളിലുണ്ട്. നമുക്കതിന് മുമ്പ് ഇവിടെ വേറെ വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് കണ്ടിട്ട് ഇവിടെയും റിസോർട്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മനോഹര വ്യൂ പോയിൻ്റ് കേട്ടോ. നല്ല രസമുണ്ടേ. അടിപൊളി. അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു റിസോർട്ടാണിത്, നാടൻ റിസോർട്ട്. ഒരു വില്ലേജ് ടൈപ്പിലുള്ള കുളം. സംഭവം കൊള്ളാം. അപ്പോൾ നമ്മൾ ഈ ഇലകളുടെ ഇടയിൽ കൂടെ നമ്മളിങ്ങനൊരു വ്യൂ. രസമല്ലേ? അടിപൊളി വ്യൂ. അപ്പോൾ അടിപൊളി വ്യൂ അല്ലേ കിട്ടിയത് നമുക്ക്.
ഇതവിടെ എന്താ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. ആ അവിടെയും എന്തോ റിസോർട്ടിൻ്റെ വാലൊക്കെയാണ്, വാൽ കഷ്ണം. ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം കേട്ടോ. റിസോർട്ടിലൊക്കെ റൂം എടുത്ത് ഇവിടെ വന്നിരിക്കാം. എൻ്റെ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിക്കാം. കഥകളും കവിതകളൊക്കെ എഴുതി മനസ്സുകൊണ്ട് പ്രകൃതിയോട് മന്ത്രിക്കാനുള്ള വിഷയങ്ങളെല്ലാം മന്ത്രിച്ച് നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും ഉൾവിളികളും എല്ലാം കൂവി തോപ്പിച്ച് ഇവിടെ നിന്ന് ആ പാറയുടെ മുകളിൽ നിന്ന് കൂവണം. കൂവി തോപ്പിച്ച് നമുക്കങ്ങനെ മനസ്സൊക്കെ ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് പോകാം. അത്രയും മനോഹരമാണ്. അപ്പോൾ രസമല്ലേ ഇങ്ങോട്ടുള്ള വ്യൂ? കീളിക്കാൻ വ്യൂ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ പോവാണ്. അതായത് ഇലവീഴ പൂഞ്ചിറയിലെ ഏറ്റവും ടോപ്പ് പൊസിഷൻ അതിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഈ ഡെസ്റ്റിനേഷൻ, അതായത് താഴ്വാരം ഡെസ്റ്റിനേഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു പാറ മുകളിൽ കയറി നിന്നുകൊണ്ട് ഒരു നല്ല സൈൻ ഓഫ് പറയണം. അപ്പോൾ നമ്മൾ പാറ മുകളിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഭംഗിയുള്ള ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മളൊരു കുട്ടി സൈൻ ഓഫ്. ഓക്കെ, ബൈ.